ആരാണ് ഈ എഴുത്ത് എഴുതിയതെന്നറിയില്ല. വാട്സപ്പിലൂടെയാണ് ഈ കത്ത് ആദ്യമായി പ്രചരിപ്പിച്ചത്. ഈ കത്ത് വായിച്ചപ്പോൾ ഷഹബാസ് നമ്മോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണെന്ന് തോന്നി. ഇതിലെ ഓരോ വരികളും സങ്കടമുണ്ടാക്കുന്നതാണ്. ആ വരികൾ ഇങ്ങനെയാണ്. ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമായിരിക്കുമല്ലേ. എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ്. താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം. MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് 15 വയസ്സായിരുന്നു. വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ 2 അനിയന്മാരുമുണ്ട്. എൻ്റെ ഉപ്പ പ്രവാസിയായിരുന്നു. എല്ലാവരെയും പോലെ തന്നെ വീടൊരു സ്വപ്നം കണ്ട് എൻ്റെ ഉപ്പയും ഒരു ചെറിയ വീടിൻ്റെ സ്വപ്നം മനസ്സിൽ വരച്ചു. വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത്. പാവം എൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത്. പിന്നെ പറയണ്ടല്ലോ, ആകെ സാമ്പത്തിക പ്രതിസന്ധി. വീടാണെങ്കിൽ ജപ്തിക്കും. അങ്ങനെ ഒരു ചങ്ങായിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി ലോൺ അടച്ചു. ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും മുഴുവൻ പ്രതീക്ഷയും എന്നിലായിരുന്നു. മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു. ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവ് ഉപ്പയും ഉമ്മയും വരുത്തിയിരുന്നില്ല. എൻ്റെ മാമന്മാരോട് വിളിച്ച് എനിക്ക് നന്നായി പഠിക്കണം, നല്ല ജോലി വാങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സത്യം പറയാൽ എൻ്റെ പാവപ്പാൻ്റെ കഷ്ടപ്പാട് കണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത്. പിന്നെ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എനിക്ക് വലിയ ഇഷ്ടമാട്ടോ. ഓരാണ് എൻ്റെ എല്ലാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. നിങ്ങൾക്കറിയോ, ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പിന്മാറി. പഠിത്തത്തിൽ മാത്രമായി മുഴുവൻ ശ്രദ്ധയും. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, ഉപ്പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലുമാകണം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു, നല്ലോണം പരിശ്രമിച്ചു. പ്രീ മോഡൽ എക്സാം, മോഡൽ എക്സാം ഒക്കെ എഴുതി. എൻ്റെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു ഞാൻ. ആ ഒരു സമയത്താണ് എൻ്റെ ഉറ്റ കൂട്ടുകാരൻ എന്നോട് ഓനെ ചങ്ങായിമാരിൽ തല്ലി എന്ന് പറഞ്ഞത്. നമ്മുടെ ഉറ്റ സുഹൃത്തിന് ആരെങ്കിലും തല്ലിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? അതേ ഫീലിങ്സ് ആണ് എനിക്കും ഉണ്ടായത്. ഞാൻ ഓൻ്റെ കൂടെ ചോദിക്കാൻ പോയി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്നാണ് എന്നെ കൊല്ലാൻ നിൽക്കുന്നതെന്ന്. ഒരു പക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാ ഉള്ളത്? ഞാൻ ചെന്നപ്പോൾ ഓരെന്നെ തല്ലി. എന്തുകൊണ്ടാണ് എന്നെ തച്ചത് എന്നറിയോ? നമ്മുടെ കരാട്ടയൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ, അതുകൊണ്ട്. സിനിമയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. കാണുന്നത് പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല വേദനയാണ്. അതും ഓരിൻ്റെ തലക്കാണ് തല്ലിയത്. ജീവൻ അങ്ങ് ശിരസിൽ കയറി. എല്ലാവരും പറയാറില്ലേ കണ്ണിൽ പൊന്നീച്ച പാറി എന്നൊക്കെ. അത് ഞാൻ അന്ന് ശരിക്കും അനുഭവിച്ചു. ഞാൻ വേദനയോടെ പുളയുന്നത് കണ്ട് ആനന്ദത്തോടെ നോക്കി നിന്നു ഓര്. ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന മട്ടായിരുന്നു ഓർക്ക്. സഹതാപത്തോടെ ഞാൻ അവരെ നോക്കി. ആരുടെയും കണ്ണിൽ ദയയുടെ ഒരംശം പോലുമില്ല. ഓർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ അല്ലേ? ഞാൻ മാറിപ്പോയേനെ. ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പുകട്ടയും കത്തിയുമൊക്കെ ഉണ്ടാകുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഓരുടെ സഹപാഠികളല്ലേ. ഓർക്കൊക്കെ ജീവിക്കാൻ പൂതിയുള്ളതുപോലെ എനിക്കും ഉണ്ടെന്ന് ഓർക്ക് അറിയില്ലേ? എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഞാനാണെന്നും അറിയാം. എന്നിട്ടും എന്നോട് അങ്ങനെയൊക്കെ ചെയ്തു. സഹിക്കുന്നില്ല. അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പാവം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കിഷ്ടമാണ് എന്നെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും. എനിക്കിപ്പോഴും അറിയില്ലായിരുന്നു ദുനിയാവിൽ അവസാന നിമിഷങ്ങളാണ് അതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് ഓരോ മുത്തം കൊടുത്തേനെ. എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു. തല വലുതാവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഉമ്മ കരയുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുത് എന്ന് നെഞ്ചത്തടിച്ച് പടച്ചോനോട് കേണപേക്ഷിക്കുന്നുണ്ട്. ഓല മനസ്സ് വല്ലാതെ നീറുന്നുണ്ടാവും. എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോൻ പോലും വിചാരിച്ചിട്ടുണ്ടാകും എന്നെ ഓർക്ക് തിരിച്ചു കൊടുക്കാൻ. പക്ഷെ എൻ്റെ ചങ്ങായിമാർ എൻ്റെ തലക്കല്ലേ തല്ലിക്കണത്. തലയോട്ടി ഒക്കെ പൊട്ടിയതിനാൽ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ ചികിത്സിക്കാൻ ഒക്കെ എവിടുന്നാ പണം? പാവ എൻ്റെ ഉപ്പ അതും എവിടുന്നേലും ഒക്കെ ഉണ്ടാക്കും. കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പടച്ചവൻ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മുന്നിൽ കണ്ണടച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അനിയന്മാരും ചങ്ങായിമാരും അയൽവാസികളുമൊക്കെ എൻ്റെ
ചുറ്റുമിരുന്ന് കരയുകയാണ്. എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും കരയല്ലേ എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ചങ്ങായിമാരൊക്കെ ഇത്രയധികം എന്നെ സ്നേഹിച്ചിരുന്നല്ലോ. നോക്കിയോക്ക് എന്ത് കരച്ചിലാണ്. ക്യാമറയും മൈക്കുമൊക്കെ ആയിട്ട് എത്രയധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ. ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ. റിപ്പോർട്ടർമാർ ചങ്ങായിമാരോടും ബന്ധുക്കളോടുമൊക്കെ എന്നെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. എന്നെക്കുറിച്ച് ഓർക്ക് എന്ത് മോശം പറയാനാണല്ലേ. കാരണം ഞാൻ അത്രക്കും നല്ല കുട്ടിയായിട്ടാണല്ലോ വളർന്നത്. ഉപ്പയും ഉമ്മയും എല്ലാവരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് എന്നെ പഠിപ്പിച്ചത്. ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത്. ഞാൻ ആരെയും ഇന്ന് വരെ ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരെയും സ്നേഹിച്ചിട്ടേയുള്ളൂ. പാവം പിടിച്ച എൻ്റെ ഉപ്പ മാധ്യമങ്ങളോട് എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഉപ്പാടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നു. ചങ്ങായി ഇപ്പോൾ എന്താ പറയുന്നേ? എവിടെയും പോകുമ്പോഴും വിളിക്കുന്നതാണ്. അന്ന് മാത്രം വിളിച്ചില്ല എന്ന്. വിളിച്ചിട്ട് എന്താല്ലേ? ഓല് പ്ലാൻ ഇട്ടത് എന്നെ കൊല്ലാനല്ലേ? നിങ്ങളും കേട്ടില്ലേ ഓൻ്റെ വോയിസ്? ഷഹബാസിനെ കൊല്ലുന്നു പറഞ്ഞാൽ കൊന്നിരിക്കും. ആണുങ്ങളുണ്ടൽ കൂടെ വരണമെന്ന് പറഞ്ഞത്. ഓന് ഒറ്റ മൈൻഡ് ആണ്. കണ്ടില്ലേ പറഞ്ഞതുപോലെ ചെയ്തത്. എന്നെ തല്ലലും കൊല്ലലുമൊക്കെ കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ്. ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല എന്നൊക്കെ ഓർക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ? പക്ഷെ എനിക്ക് വേദന ഉണ്ടായത് അതല്ലട്ടോ. തല്ലുന്നതിൻ്റെ തലേന്ന് ഓരിന്നെ കൊല്ലാൻ പ്ലാനുണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോഴാണ് നെഞ്ചൊന്ന് പിടഞ്ഞത്. ഓര് പറഞ്ഞത് ശരിയാ. കൂട്ടത്തല്ലിൽ കേസൊന്നും അധികം കാലം നീണ്ടു നിൽക്കില്ല. എത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എനിക്ക് വേണ്ടി കരയാൻ. ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുന്നു. എന്തിനേറെ പറയുന്നു, മയ്യത്ത് കുളിപ്പിച്ച ആ ഉസ്താദ് പോലും എന്നെ കുളിപ്പിക്കുമ്പോൾ കരയുന്നുണ്ടായിരുന്നു. എത്ര ഉമ്മമാരും ഉപ്പമാരും ഇക്കാക്കമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. മരണം കൊണ്ട് ഞാൻ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു. എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു. എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിനു വേണ്ടിയുള്ള പോരാട്ടവും. എന്തിനാ എല്ലാവരും എനിക്കു വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരും ബുദ്ധിമുട്ടേണ്ട. ഇത് കേരളമാണ്. ഇവിടെ നിയമത്തിന് വിലയില്ലാഞ്ഞല്ല, പേടിക്കുന്ന നിയമമില്ലാത്തതാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ? കൂട്ടത്തല്ലോ കൊലപാതകം ഒക്കെ അങ്ങനെ നീണ്ടുപോകും. ഉപ്പാക്ക് സ്വാധീനമൊന്നുമില്ലട്ടോ കേസ് നടത്തിക്കൊണ്ടുപോകാൻ. പണമില്ല. SSLC പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഇംഗ്ലീഷും കണക്കുമാണ് എൻ്റെ ഇഷ്ട വിഷയങ്ങൾ. ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും. കഴിഞ്ഞ പരീക്ഷകളിൽ ഒക്കെ ഞാൻ 80% മാർക്ക് വാങ്ങി. ഇത്തവണ ഫുൾ A+ കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഞാൻ നന്നായി പഠിച്ചു. ഊണും ഉറക്കവുമില്ലാതെ പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതാൻ അവസരമില്ലാതാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നേരം വൈകി എത്തിയാൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം. സമ്പൂർണ്ണമായി യൂണിഫോമും ID കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നും എനിക്കറിയാമായിരുന്നു. പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവുമില്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതും ഒരു സമൂഹം മുഴുവൻ വിലക്കിയിട്ടും. 50-ൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വല്ലാതെ വിഷമമായി പോയി. മരിച്ചത് നന്നായി എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയി. എൻ്റെ എത്ര വലിയ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയതെന്ന് അറിയോ? അലമാരയിൽ ഹാൾ ടിക്കറ്റ്, യൂണിഫോമും ബുക്കും ബാഗുമെല്ലാം കാണുമ്പോൾ എൻ്റെ ഉമ്മ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നുണ്ടാവില്ലേ? 3/3/2025 തിങ്കൾ 6283-07 എന്ന രജിസ്റ്റർ നമ്പറിൽ അറബിക് പരീക്ഷ എഴുതാൻ ഷഹബാസ് എന്ന ഞാൻ മാത്രമില്ല. എൻ്റെ വിയോഗം എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓൾക്കാർക്കും ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്തുനിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി അവരുടെ അനുഗ്രഹവും വാങ്ങി അനിയന്മാർക്ക് മുത്തവും കൊടുത്ത് സലാം പറഞ്ഞ് പരീക്ഷയ്ക്ക് ഇറങ്ങാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കയ്യും കാലും എൻ്റെ മനസ്സിനൊപ്പം നിൽക്കുന്നില്ല. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല.
ഒരു നിമിഷത്തേക്ക് പരീക്ഷ എഴുതാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല എന്ന കാര്യം തന്നെ മറന്നുപോയി. എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണല്ലേ? അവരെല്ലാം കൂടി എന്നെ ഒറ്റക്കാക്കി ഇവിടെ കൊണ്ടെത്തിച്ചിട്ടില്ലേ? നല്ല സങ്കടം ഉണ്ട്. എനിക്ക് ഇനിയുള്ള പരീക്ഷകൾക്കും നോമ്പിനും പെരുന്നാളിനും ഫുട്ബോളിനും ഒന്നും ഞാനില്ലാട്ടോ. എൻ്റെ ഉമ്മാൻ്റെ കാര്യം കഷ്ടം. അനിയന്മാരെ നോക്കുന്നില്ല, ഒരു വക കഴിക്കുന്നില്ല, കുടിക്കുകയും ചെയ്യുന്നില്ല. എൻ്റെ കുട്ടി കുട്ടി എന്നും പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാ. പാവം, സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഉപ്പ, ഇങ്ങൾ ഒന്നും ആരോടും ഒന്നും പറയണ്ട. നമുക്ക് അതിനുള്ള സ്വാധീനമൊന്നുമില്ല. നിങ്ങൾ ഉമ്മാനെയും കുട്ടികളെയും നന്നായി നോക്കണം. അവർക്ക് ഒരു കുറവും വരുത്തരുത്. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ മറക്കും, എല്ലാം എഴുതിത്തള്ളും. അങ്ങനെയാണ് കേരളം. എൻ്റെ ഈ അവസ്ഥ ഒരാൾക്കും വരാതെ ഇരിക്കാൻ നിങ്ങൾ പടച്ചോനോട് പറയണം. നിങ്ങൾ സമാധാനമായിരിക്കെ. എന്നെ ഇതുവരെ നന്നായി നോക്കിയില്ലേ? അതിന് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും 1000 നന്ദി. പഠിച്ചോനെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ. ഇനി നിങ്ങളോട് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് അനുഭവം കൊണ്ട് പറയുകയാണ്. സ്നേഹത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യൻ്റെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. യാതൊരു കാരണവശാലും ആരുമായും അടി ഉണ്ടാക്കരുത്. വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകരുത്. എൻ്റെ അവസ്ഥയും എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഗതിയും ലോകത്ത് ഇനി ആർക്കും വരാതിരിക്കട്ടെ. നിങ്ങൾ എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ നിൽക്കണം. അവർക്കിനി താങ്ങായും തണലായും നിങ്ങളൊക്കെയുള്ളൂ. സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിച്ചവർക്കും കൂടെ നിന്നവർക്കും എനിക്ക് വേണ്ടി വാദിച്ചവർക്കും എല്ലാവർക്കും നന്ദി മാത്രം എന്ന് ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ്. സത്യം പറയാലോ, ഈ വാക്കുകൾ കേട്ടപ്പോൾ നെഞ്ചു പൊള്ളുകയാണ്. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച ഒരു കുട്ടിയാണല്ലോ ഇല്ലാതാക്കിയത്. അതും സമപ്രായക്കാരായ 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ. പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തണം, ഉപ്പനെയും ഉമ്മനെയും അനിയന്മാരെയും ഒക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടി. ഒരുപാട് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പോലും മാറ്റിവെച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 80% മാർക്കുകൾ വാങ്ങി SSLC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി പാസ്സാവണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടിയെയാണ് ഇല്ലാതാക്കിയത്. ഒരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് ഇല്ലാതാക്കിയത്. ഈ കത്ത് വായിച്ചപ്പോൾ വല്ലാതെ ഉള്ളു പിടഞ്ഞു. ഇത്ര ചെറു പ്രായത്തിലെ തന്നെ നിങ്ങൾക്കൊരാളോട് വൈരാഗ്യവും ദേഷ്യവും അതേപോലെ തന്നെ ഒരാളെ കൊല്ലാനുള്ള മാനസികാവസ്ഥയിലേക്കും നിങ്ങൾ എത്തുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഒരാളെ കൊല്ലുകയും ചെയ്തു. നിങ്ങളെപ്പോലെ തന്നെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. പ്രിയ കുട്ടികളെ, എന്നിട്ടും നിങ്ങൾക്ക് ഒന്നും ഇല്ലാതാവുന്നില്ല. നിങ്ങൾ സമൂഹത്തിൽ ഒന്നുമല്ലാതായി മാറുകയാണ്. നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകേണ്ടതാണ്. അത്രയും മനോഹരമായ ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. അതിങ്ങനെ കളഞ്ഞു കുളിക്കരുത്. ആവശ്യമില്ലാത്ത വൈരാഗ്യവും കുബുദ്ധിയും കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുലയ്ക്കുകയാണ്. നിങ്ങൾ കുറെ വളർന്നു വലുതാകുമ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത്രയും ആഗ്രഹിക്കുന്ന, അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വേറെ ഉണ്ടാവുകയുമില്ല. അത് നിങ്ങൾ എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുമോ അത്രത്തോളം ആസ്വദിച്ചോളൂ.